ധനവകുപ്പിലെ ആശയവിനിമയം ഇനി മുതൽ മലയാളത്തിൽ തന്നെയാകണമെന്ന് സർക്കുലർ. ഉത്തരവുകളും കുറിപ്പുകളും കത്തിടപാടുകളും എല്ലാം മലയാളത്തിലാകണമെന്നാണ് കർശന നിർദ്ദേശം. ഇംഗ്ലീഷും മറ്റ് ഭാഷകളും ഉപയോഗിക്കുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഭരണഭാഷ മലയാളമാണെന്ന് 2017 സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലായിട്ടില്ല. ഉത്തരവുകളൊക്കെയുണ്ടെങ്കിലും വകുപ്പിലെ പല സെക്ഷനുകളും ഇപ്പോഴും ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ഉത്തരവുകൾ ഇറക്കുന്നതും കത്തിടപാടുകൾ നടത്തുന്നതും ഇംഗ്ലീഷിൽ. വിഷയം വീണ്ടും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ ഔദ്യോഗിക ഭാഷാ വിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് കർശന നിർദ്ദേശമെന്ന രീതിയിൽ ധനവകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത്. വകുപ്പിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, സർക്കുലറുകൾ, അർദ്ധ ഔദ്യോഗിക കത്തുകൾ, അനൗദ്യോഗിക കുറിപ്പ്, മറ്റു കത്തിടപാടുകൾ, റിപ്പോർട്ടുകൾ, മറ്റു വകുപ്പുകൾക്കുള്ള മറുപടികൾ തുടങ്ങിയ എല്ലാത്തരം ആശയവിനിമയങ്ങളും മലയാളത്തിൽ തന്നെയാകണമെന്നാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ, ഇതര സംസ്ഥാനങ്ങൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, മറ്റ് രാജ്യങ്ങൾ തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുള്ള സാഹചര്യം, മറ്റു ഭാഷാ ന്യൂനപക്ഷങ്ങളുമായുള്ള കത്തിടപാടുകൾ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയുള്ള സംഗതികൾ എന്നീ 8 സാഹചര്യങ്ങളിൽ മാത്രമാണ് മലയാളം ഉപയോഗിക്കുന്നതിൽ ഇളവ് ലഭിക്കുക. 24 തിരുവനന്തപുരം.